നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കുമ്പളങ്ങ ചേർത്തുള്ള മോരുകറിയാണ്. നല്ല കട്ടിത്തൈരും അതോടൊപ്പം തന്നെ നാളികേരവും ചേർത്തരച്ചുകൊണ്ടുള്ള കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുമ്പളങ്ങ മോരുകറി തയ്യാറാക്കാൻ ആവശ്യമായ വസ്തുക്കളാണ്: ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞത്, ഇത് ഒരു തക്കാളി, 4 അല്ലെങ്കിൽ 5 ചെറിയ ഉള്ളിയാണ്. ഇനി ഒരു വെളുത്തുള്ളിയെ പകുതി മുറിച്ചതാണിത്. ഇതൊരു 1/4 കപ്പോളം തേങ്ങ, 4 പച്ചമുളക്, ഒരൽപ്പം മാത്രം ജീരകവും കുരുമുളകും. ഇത്രയും ആണ് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ. മോരുകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കഷ്ണങ്ങളും 2 പച്ചമുളക് നടുകെ പിളർന്നതും അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ച ആ കഷ്ണങ്ങളും കൂടിയിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മോരുകറിക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ മുളകാണ്, അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരല്ലി വെളുത്തുള്ളിയെ 2ആക്കി കീറിയതാണ്. വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 2ആക്കി കീറിയതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കുറച്ച് കുരുമുളകും, ഒരു 4-5 മണി കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് വെള്ളം ചേർക്കാതെ ചതച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തൈരാണ്, കട്ട തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു 1/4 കപ്പോളം തൈരുണ്ട്. ഇതൊന്ന് നമുക്ക് ഇതോടുകൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരൽപ്പം കൂടി തൈരും അതോടൊപ്പം തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും തക്കാളിയുമാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണിത്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നന്നായി തിളച്ച് വരാൻ പാടില്ല, നന്നായി തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് നന്നായി തിളച്ചങ്ങ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തേങ്ങയും അതുപോലെ തന്നെ തൈരും ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ടാണ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് പൊങ്ങുന്ന, ജസ്റ്റ് ഒന്ന് തിളച്ച് പൊങ്ങിയാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കി ഒഴിക്കാം. ഇപ്പോൾ ചെറുതായിട്ട് കുമിളകളായിട്ട് തിള വരുന്നത് കണ്ടോ? ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരൽപ്പം കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളം ഗോൾഡൻ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ഇളം ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.